ഓണസദ്യയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കറിയാണ് ഇഞ്ചിക്കറി. പുളിയിഞ്ചി എന്നൊക്കെ പറയും. നമ്മൾ സദ്യയൊക്കെ ഇങ്ങനെ കഴിച്ച് വയറൊക്കെ ഇങ്ങനെ നിറഞ്ഞ് മട്ടിയൊക്കെ ഇരിക്കുന്ന സമയത്തെ ഒരു ശകല ഇഞ്ചിക്കറി ആ സൈഡിൽ നിന്ന് ഇങ്ങനെ തൊട്ട് നമ്മുടെ നാവിൽ വെക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത ഫീലാണ്. അപ്പോൾ ഞാനൊരു 1/4 കിലോ ഇഞ്ചി വാങ്ങിച്ചു, നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഇതുപോലെ കനം കുറച്ച് വട്ടത്തിലങ്ങ് അരിഞ്ഞെടുക്കുവാണ്. ഇനി അത്യാവശ്യം വലിയൊരു നാരങ്ങയുടെ അത്ര വലുപ്പത്തിൽ നമ്മൾ വാളംപുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടേ 1-1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അതിങ്ങനെ ഞരടി പിഴിഞ്ഞ് ആ നീരങ്ങ് എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളത് അരിപ്പയിലേക്ക് ഇങ്ങനെ ഊറ്റി അതിൻ്റെ കരടൊക്കെ മാറ്റി അങ്ങ് എടുക്കുവാണ്. ഇനി നമ്മൾ പിഴിഞ്ഞെടുത്ത് ഈ വാളംപുളിയുടെ വെള്ളം നമ്മളൊന്ന് തിളപ്പിക്കാൻ വേണ്ടി ഇവിടെ ഒരു പാനിലേക്ക് ഞാൻ വെച്ചേക്കുവാണ്. അതിലേക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കണം. ശർക്കര ഞാനൊരു 60 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഇത്തിരി കൂടെ വേണ്ടി വരും കേട്ടോ, നമുക്ക് പിന്നെ നോക്കാം. അത് അവിടെ തിളക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്കിതേ ഈ ഇഞ്ചി നമ്മൾ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഒന്ന് വറുത്തെടുക്കാം. നല്ലെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ അടുപ്പിൽ നമ്മൾ വാളംപുളിയുടെ നീരും ശർക്കരയും കൂടെ നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് കുറുകി വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ ദേ ഇഞ്ചിയൊക്കെ വറുത്ത് പാകത്തിനായിട്ടുണ്ട് കേട്ടോ. ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകണ്ട, പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് അങ്ങനെ ഞാൻ കോരിയെടുത്തു. ഇനി ആ ഇഞ്ചിയുടെ ചൂടൊക്കെ നന്നായിട്ട് അങ്ങ് ആറി കഴിയുമ്പോഴേ നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഒത്തിരി പൊടിയാക്കി എടുക്കരുത്. ദേ ഈ ഒരു പരുവത്തിന് ചെറിയ തരിതരിപ്പോട് കൂടിയിട്ട് വേണം ഇത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാൻ. അപ്പോൾ ഇതവിടെ മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ആ ഇഞ്ചി വറുത്ത എണ്ണയുണ്ടല്ലോ, ആ എണ്ണ തന്നെ ഞാൻ ഇവിടെ മൺചട്ടിയിലേക്ക് ഒഴിക്കുവാണ്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് പൊട്ടിച്ചു. അതിലേക്ക് ശകലം വറ്റൽമുളക് ഇട്ടു. ഇനി അതിലേക്ക് ഒരു 3 പച്ചമുളക്, എരിവൊക്കെ കൂടുതൽ ആവശ്യമുള്ളവർ കുറച്ചും കൂടി ഇടാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി. ഇനി ആ പച്ചമുളകിൻ്റെ പച്ചമണമൊക്കെ പോയി കഴിയുമ്പോഴേ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മതി, അതങ്ങ് ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് പോട്ടെ. അപ്പോഴേക്കും നമ്മൾ അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒത്തിരി ആവശ്യമില്ല, 2 ടീസ്പൂണേ പാടുള്ളൂ, ടേബിൾ സ്പൂൺ അല്ല. അതും കൂടി ഇട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ അങ്ങ് പോയി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മളിനി 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. ഈ സമയത്ത് എരിവൊക്കെ കുറച്ചും കൂടെ കൂടുതൽ വേണ്ടവർക്ക് ഇത്തിരിയും കൂടെയൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞങ്ങൾക്ക് ഇതാണ് പാകം. അപ്പോൾ അതൊക്കെ കൂടെ ഞാൻ അങ്ങിട്ട് നന്നായിട്ട് മൂപ്പിക്കും കേട്ടോ. കുറച്ച് എണ്ണ കുറവ് തോന്നി, അപ്പം നമ്മൾ ആ വറുത്ത എണ്ണ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ചങ്ങ് ഒഴിച്ച് നന്നായിട്ട് തീയൊക്കെ വളരെ കുറച്ച് വെച്ചിട്ട് അങ്ങ് മൂപ്പിച്ചെടുക്കുവാണ്. ഇനി നന്നായിട്ട് ആ മസാലയൊക്കെ മൂത്ത് കഴിയുമ്പോഴേ നമ്മൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയുടെ പൊടി അങ്ങ് ചേർത്ത് കൊടുക്കുക. മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊടികളൊക്കെ കത്തിപ്പോകും, ശ്രദ്ധിച്ചില്ലെങ്കിൽ തീയൊക്കെ വളരെ കുറച്ച് വേണം. ഇനി നമ്മൾ ആ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വാളംപുളി ശർക്കരയുടെ നീര് ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുവാണ്. ഇനിയിപ്പോൾ ഇതേ നമ്മുടെ ഇഞ്ചിക്കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. നമ്മൾ ഉപ്പൊട്ടും ചേർത്ത് കൊടുത്തിട്ടില്ല. ഒരു 1.5 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാമല്ലോ. നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ അതേ എണ്ണയൊക്കെ പതുക്കെ തെളിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വരണം. ഇനി അവസാനമായിട്ട് ഒരു ശകലം കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഉപ്പും പുളിയും മധുരവും എല്ലാം പാകത്തിനുണ്ട്. പിന്നെ ശർക്കരയൊന്നും ചേർക്കേണ്ടി വന്നില്ല. അപ്പോഴേക്കും ദേ കുറുകി തുടങ്ങി. നോക്കിക്കേ, നമ്മൾ ചട്ടിയിൽ നിന്ന് മാറ്റിയപ്പോൾ തന്നെ കുറുകി കേട്ടോ. ഇനി അങ്ങനെ ഒത്തിരി കുറുകി പോയിന്നുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ചാലും മതി. അപ്പോൾ ദേ ഇന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ കുറച്ചധികം പേരുണ്ട് കേട്ടോ. അപ്പച്ചന്മാർ 2 പേരും കൂടെയാണ് ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ എന്നെ പറയട്ടെ എങ്ങനെയുണ്ടെന്ന്. ഞാൻ ഓരോന്ന് ഉണ്ടാക്കി കഴിയുമ്പോൾ ആരൊക്കെയാണ് അവിടെ വരുന്നത് അവരെയും കൊണ്ടാണ് ടേസ്റ്റ് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ അപ്പച്ചന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 2 അപ്പന്മാരും കൂടെയാണ് ടേസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഈടം പൊതുവേ എരിവുള്ള സാധനങ്ങളൊന്നും ടേസ്റ്റ് നോക്കാറില്ല. പക്ഷെ ഇവരൊക്കെ ചെയ്യണുണ്ടപ്പോൾ പുള്ളിയും കൂടെ കൈ നീട്ടും കേട്ടോ. അപ്പോൾ അവനും കിടന്ന് തുള്ളിയൊക്കെ പോകണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടവന്. ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി, അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഓണത്തിന് എല്ലാവരും ഇങ്ങനെ ഇഞ്ചിക്കറി ഉണ്ടാക്കി നോക്കുക. വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.